നമസ്കാരം. നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് pH വാല്യൂ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നിങ്ങളിത് കേട്ടിട്ടുണ്ട് pH എന്ന് പറയുന്നത് അല്ലേ? pH എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ അസിഡിക് ആണോ, ബേസിക് ആണോ, ന്യൂട്രൽ ആണോ എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് എന്ന് പറയുന്നത് pH എന്ന് പറയുന്നത്. ഈ pH വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, അതെങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. pH വാല്യൂ നമ്മൾ എഴുതുന്നത് തന്നെ സ്മാൾ p ക്യാപിറ്റൽ H കൊണ്ടാണ് pH വാല്യൂ. pH വാല്യൂ എന്നതിന്റെ ഫുൾ നെയിം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടൻസ് ഹൈഡ്രജൻ വാല്യൂ എന്നാണ്. പൊട്ടൻസ് ഹൈഡ്രോജൻ വാല്യൂ എന്നാണ് pH വാല്യൂന്റെ ഫുൾ നെയിം ആയിട്ട് നമ്മൾ പറയുന്നത്. pH വാല്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ അസിഡിക് ആണോ, ബേസിക് ആണോ, ന്യൂട്രൽ ആണോ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് എന്ന് പറയുന്നത് pH വാല്യൂ എന്ന് പറയുന്നത്. pH വാല്യൂ ആദ്യമായിട്ട് ഈ pH വാല്യൂ എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത് സോറൻസൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. സോറൻസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് pH വാല്യൂ ഒരു കൊണ്ടുവരുന്നത്. pH വാല്യൂ എന്ന് പറയുന്നത് 0 to 14 വരെയുള്ള 0 മുതൽ 14 വരെയുള്ള വാല്യൂസ് ആണ് pH വാല്യൂ. അതിന് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ pH is equal to നെഗറ്റീവ് ലോഗരിതം ഓഫ് H പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ. അതായത് H പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ നിങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ അളവ് എടുക്കുക, ഒരു സൊല്യൂഷനുള്ള H പ്ലസ് അയോണുകളുടെ കോൺസെൻട്രേഷന്റെ ലോഗരിതം എടുക്കുക, എന്നിട്ട് അതിനെ എന്തെടുക്കുക, നെഗറ്റീവ് എടുക്കുക. നെഗറ്റീവ് ലോഗരിതം ഓഫ് H പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ പ്രസന്റ് ഇൻ എ സൊല്യൂഷൻ ഈസ് കാൾഡ് pH. അല്ലെങ്കിൽ നമുക്ക് pH ന് വേറൊരു ഡെഫിനിഷനോട് കൊടുക്കാം. ഇറ്റ് ഈസ് ദ നെഗറ്റീവ് ലോഗരിതം ഓഫ് H3O പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ. H3O പ്ലസ് അയോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോണിയം അയോൺ. അപ്പോൾ ഹൈഡ്രോണിയം അയോണിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക, അതിന്റെ നെഗറ്റീവ് ലോഗരിതം എടുക്കുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടൂടെ, pH വാല്യൂ കിട്ടും. ഈ pH വാല്യൂ ഞാൻ പറഞ്ഞല്ലോ 0 to 14 ആണ് നമ്മൾ pH വാല്യൂ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, pH വാല്യൂ എന്ന് പറയുന്നത് 7 ആണ് വരുന്നതെങ്കിൽ അതെന്താണ്, ന്യൂട്രൽ ആണ്. അല്ലെങ്കിൽ പ്യൂർ വാട്ടറിന്റെ pH ആണ് എന്ന് പറയുന്നത് 7 എന്ന് പറയുന്നത്. പ്യൂർ വാട്ടറിന്റെ pH 7 ആണ്. 7ൽ കുറവാണ്, ലെസ് ദാൻ 7 ആണ് വരുന്നതെങ്കിൽ ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്യൂർലി അസിഡിക് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 7 ആണ് വരുന്നതെങ്കിൽ ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്യൂർലി എന്തായിരിക്കും, ബേസിക് ആയിരിക്കും. ഇനി 7ൽ നിന്ന് കുറഞ്ഞു വരുന്തോറും അസിഡിക് സ്ട്രെങ്ത് കൂടി വരുവാണ്. അതായത് ഇപ്പോ 0 to 2 എന്നൊക്കെ പറയുന്നത് സ്ട്രോങ് ആസിഡിന്റെ pH ആണ്. ഇനി 5 to 7 എന്നൊക്കെ പറയുന്നത് വീക്ക് ആസിഡിന്റെ pH ആണ്. അതിൽ നിന്ന് നമുക്കൊരു പോയിന്റ് പറയാം. pH വാല്യൂ കുറയും തോറും ആസിഡിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യാണ്, കൂടുവാണ്. അസിഡിക് സ്ട്രെങ്ത് കൂടുവാണ്. ഇനി നമുക്ക് 7 to 9, 7 അബോവ് ആണെങ്കിൽ ബേസിക് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 7 to 9 ആണ് pH വാല്യൂ വരുന്നതെങ്കിൽ അത് ബേസിക് ആയിരിക്കും. ഇനി 7 to 9 ആണെങ്കിൽ അത് ഉറപ്പായിട്ടും ബേസിക് ആയിരിക്കും, അത് ലെസ് ബേസിക് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വീക്ക് ബേസ് ആയിരിക്കും, ലെസ് ബേസിക് ആയിരിക്കും. ഇനി 12 to 14 ആണ് pH വരുന്നുണ്ടെങ്കിൽ അത് സ്ട്രോങ് ബേസ് ആയിരിക്കും. അപ്പൊ സ്ട്രോങ് ബേസുകളുടെ pH എന്ന് പറയുന്നത് 12 to 14 ആണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 7ൽ നിന്ന് കൂടുന്തോറും എന്താണ്, ബേസിക് സ്ട്രെങ്ത് കൂടുകയാണ്. pH വാല്യൂ 7ൽ നിന്ന് ഇൻക്രീസ് ചെയ്യുന്തോറും ബേസിക് സ്ട്രെങ്ത് എന്ത് ചെയ്ത് വരികയാണ്, കൂടി വരുവാണ്. As the pH value increases from 7, basic strength also goes on increases. 7ൽ നിന്ന് കുറയുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് കൂടും, 7ൽ നിന്ന് കൂടുമ്പോൾ ഏത് കൂടും, ബേസിക് സ്ട്രെങ്ത് കൂടും. ഇനി ബേസുകൾക്കും നമ്മൾ ബേസുകളിൽ H പ്ലസ് അയണുകൾ ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയാം. ബേസുകളിൽ നമ്മൾ പറയുന്നത് POH വാല്യൂ ആണ് പറയുന്നത്. POH is equal to നെഗറ്റീവ് ലോഗരിതം ഓഫ് OH മൈനസ് അയൺ കോൺസെൻട്രേഷൻ എന്ന് പറയും. ബേസുകളുള്ളത് OH മൈനസ് അയണുകൾ. ഇപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡ്, അതിൽ OH മൈനസ് അയോൺസ് ഉണ്ട്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, അതിലും OH മൈനസ് അയോൺസ് ഉണ്ട്. അപ്പോൾ OH മൈനസ് അയണുകളുടെ അളവ് കണ്ടുപിടിക്കും, എന്നിട്ട് അതിന്റെ നെഗറ്റീവ് ലോഗരിതം എടുക്കുമ്പോൾ POH കിട്ടും. ഈ POH ൽ നിന്ന് നമ്മൾ pH പിന്നെ കണ്ടുപിടിക്കാൻ കഴിയും. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, pH പ്ലസ് POH is equal to 14 എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് pH is equal to 14 മൈനസ് POH എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് എത്താൻ കഴിയും. ഈ POH ന്റെ വാല്യൂ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കും. ആ POH ന്റെ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിൽ നിന്ന് നമുക്ക് എന്ത് വാല്യൂ കിട്ടൂടെ, pH വാല്യൂ കിട്ടും. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എന്തുകൊണ്ടാണ് ഈ പ്യുവർ വാട്ടറിന്റെ pH വില 7 വന്നത്, അല്ലെങ്കിൽ pH വില 7ൽ കുറയാൻ, ആസിഡുകൾക്ക് pH വില 7ൽ കുറയാൻ കാരണം എന്ത് എന്നൊക്കെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിൽ കൂടി നോക്കാം. ഇപ്പോ ഫോർ പ്യുവർ വാട്ടർ H3O പ്ലസിന്റെ വിലയും OH മൈനസിന്റെ വിലയും എല്ലാം സെയിം ആണ്.
പ്യുവർ വാട്ടർ ആണെങ്കിൽ H3O+ന്റെ വാല്യൂ ആണെങ്കിലും OH- വാല്യൂ ആണെങ്കിലും എല്ലാത്തിന്റെ അളവ് എന്ന് പറയുന്നത് 10⁻⁻7 മോളാർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് pH = എങ്ങനെ കണ്ടുപിടിക്കാം? pH = നെഗറ്റീവ് ലോഗരിതം ഓഫ് H3O+ ആണെന്നല്ലേ? pH = നെഗറ്റീവ് ലോഗരിതം ഓഫ് 10⁻⁻7 എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ലോഗ് ഇതിനെ നമ്മൾ -1 × log 10⁻⁻7 എന്ന് എഴുതിക്കൂടെ? ലോഗ് a⁻b എന്ന് പറയുന്നത് b log a ആണ്. ലോഗ് a⁻b എന്ന് പറയുന്നത് എന്താണ്? b log a ആണ്. അങ്ങനെയാണെങ്കിൽ ലോഗ് 10⁻⁻7 എന്ന് പറയുന്നതിന് പകരം -7 log 10 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ -1 × log a⁻b എന്ന് പറയുന്ന ഫോർമുലയിലാണ് ഇത് കിടക്കുന്നത്. ലോഗ് 10⁻⁻7 a ക്ക് പകരം ഇവിടെ 10 ഉം b ക്ക് പകരം ഇവിടെ -7 ആണ്. അപ്പോൾ നമുക്ക് മാറ്റാം -7 log 10 എന്നാക്കാം. That is equal to -1 × -1 എന്ന് പറയുന്നത് 7 ആണ്. 7 × log 10 എന്ന് പറയുന്നത് 1 ആണ്. That is 7 × 1 that is equal to 7. അങ്ങനെയാണ് പ്യുവർ വാട്ടറിന്റെ pH എത്ര കിട്ടിയത്? 7 കിട്ടുന്നത്. ഇനി അസിഡിക് സൊല്യൂഷനുകളിലെല്ലാം for all acids H3O+ value will be always greater than 10⁻⁻7 molar. 10⁻⁻7 മോളാറിനെക്കാളും വലിയ വാല്യൂ ആയിരിക്കും എല്ലാ ആസിഡുകളുടെയും ഹൈഡ്രോണിയം അയണുകളുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ആസിഡിന്റെ ഫോർ HClന്റെ ഒരു HClലെ H+ന്റെ കോൺസെൻട്രേഷൻ ഫോർ ആൻ ആസിഡ് HCl, H+ and concentration is given as 10⁻⁻2 molar. HClന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എത്ര? HClന്റെ H+ലെ അയോണുകളുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ H3O+ അയണുകളുടെ കോൺസെൻട്രേഷൻ 10⁻⁻2 മോളാർ ആണെങ്കിൽ pH = -log H+ എന്ന് നമുക്ക് എഴുതാൻ കഴിയും. = നെഗറ്റീവ് ലോഗരിതം ഓഫ് 10⁻⁻2 എന്ന് എഴുതാൻ കഴിയും. ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 1 × log 10⁻⁻2 എന്ന് എഴുതാം. ലോഗ് a⁻b എന്ന് പറയുന്ന ഫോർമുലയിലാണ് കിടക്കുന്നത്. സോ നമുക്ക് എങ്ങനെ മാറ്റാൻ കഴിയും? ലോഗ് a⁻b എന്ന് പറയുന്ന ഫോർമുലയിൽ കിടക്കുന്നതിന് നമുക്ക് b log a എന്ന് എഴുതാം. ലോഗ് a⁻b എന്ന് പറയുന്നതിന് പകരം b log a എന്ന് എഴുതാം. -2 log 10 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 × -2 = 2. 2 log 10. log 10ന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 2 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇവിടുത്തെ pH വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഇനി ബേസിക് സബ്സ്റ്റൻസസ് ആണെങ്കിൽ എപ്പോഴും ഫോർ ഓൾ ബേസസ് H3O+ന്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ H+ന്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. H+ കാണത്തില്ലല്ലോ ബേസിൽ OH- അയൺസ് അല്ലേ കാണുന്നത്. അപ്പൊ H3+ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10⁻⁻7 മോളാറിനെക്കാളും വളരെ കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ, കൺസിഡർ എ ബേസ് NaOH. NaOHന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് NaOHലെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10⁻⁻12 മോളാർ ആണ് എന്ന് വിചാരിക്കുക. NaOHലെ H+ അയണുകളുടെ കോൺസെൻട്രേഷൻ അങ്ങനെ തന്നെ എഴുതണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് തെറ്റായിരിക്കും. NaOHലെ H+ അയണുകളുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10⁻⁻12 മോളാർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ NaOHന്റെ pH എങ്ങനെ കണ്ടുപിടിക്കാം? -log of 10⁻⁻12 മോളാർ. That is equal to -1 × log 10⁻⁻12. That is equal to -1 × -12 log 10. That equal to 12. ഇങ്ങനെയാണ് നമുക്ക് NaOHന്റെ pH വാല്യൂ എത്ര കിട്ടി? 12 കിട്ടി. അപ്പൊ ഓർത്തോണം, NaOH എന്ന് പറയുന്ന NaOHലെ H+ അയൺ കോൺസെൻട്രേഷൻ ആണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10⁻⁻12 മോളാർ എന്ന്. അതുകൊണ്ടാണ് നമ്മളത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ചിലപ്പോ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, 0.01 മോളാർ ഓഫ് NaOHന്റെ pH എത്ര? വാട്ട് ഈസ് ദ pH ഓഫ് 0.01 മോളാർ ഓഫ് NaOH? അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. NaOHന്റെ കോൺസെൻട്രേഷൻ 0.01 മോളാർ ആണ്. NaOHൽ ഉള്ള അയോണുകൾ എന്ന് പറയുന്നത് ഏത് അയോണുകളാണ്? OH- അയോണുകളാണ്. അപ്പൊ OH- അയോണുകളുടെ കോൺസെൻട്രേഷൻ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. എത്രയെന്ന് തന്നിരിക്കുന്നത്? 0.01 മോളാർ. ഇപ്പൊ H+ അയണിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ 0.01 മോളാർ ഓഫ് NaOH എന്നാണ് തന്നിരിക്കുന്നത്. NaOHലെ OH- അയണുകളുടെ കോൺസെൻട്രേഷൻ ആണ് 0.01 മോളാർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 0.01 എന്ന് പറയുന്നത് 10⁻⁻2 മോളാർ നമുക്ക് മാറ്റി എഴുതാം. അപ്പോൾ OH- അയണുകളുടെ കോൺസെൻട്രേഷൻ ഉണ്ട്. OH- അയണുകളുടെ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് POH കണ്ടുപിടിക്കാം. POH is equal to negative log of OH- ions. That is equal to negative log of 10⁻⁻2. That is equal to
-1 into log 10 raised to -2 equal to 2. POH2 എന്ന് കിട്ടും. POH നമുക്ക് pH കണ്ടുപിടിക്കാം. pH plus pH is equal to 14 minus POH എന്നാണ് ഇക്വേഷൻ. That is equal to 14 minus 2 that equal to എത്ര കിട്ടും? 12 എന്ന് കിട്ടും. ഒന്നുകിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ രീതിയിലൂടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം. അതായത് 0.01 മോളാർ NaOH സൊല്യൂഷൻ ആണ്. അതിന്റെ എന്ത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ? pH കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ 0.01 മോളാർ NaOH എന്ന് പറയുന്നത് ഇവിടെ OH മൈനസ് അയണുകളുടെ അളവാണ് 0.01. സോ OH മൈനസ് അയണുകളുടെ അളവ് എന്ന് പറയുന്നത് 0.01 ആണ്. ദാറ്റ് ഈക്വൽ ടു 10 raised to -2 മോളാർ. OH മൈനസ് അയണുകളുടെ അളവ് 10 raised to -2 ആണ് എങ്കിൽ നമുക്കൊരു റിലേഷൻ അറിഞ്ഞിരിക്കണം. ഏതൊരു സൊല്യൂഷന്റെയും H+ന്റെയും OH മൈനസിന്റെയും അയണുകളുടെ കോൺസെൻട്രേഷനുകളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും 10 raised to -14 ആയിരിക്കും. അപ്പോ OH മൈനസ് അയണുകളുടെ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതിൽ നിന്ന് H+ അയണുകളുടെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനാണെങ്കിൽ H+ അയണുകളുടെ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു OH മൈനസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇക്വേഷൻ അപ്പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 raised to -14 ഡിവൈഡഡ് ബൈ OH മൈനസ് അയോൺസ്. That is equal to 10 raised to -14 by 10 raised to -2 equal to 10 raised to -2. ഈ ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ 10 raised to -2 ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ 10 raised to 2 ആവും അല്ലേ? അപ്പൊ into 10 raised to 2 that is equal to 10 raised to -12 മോളാർ എന്ന് കിട്ടി. ഇപ്പൊ നമുക്ക് H+ അയണുകളുടെ കോൺസെൻട്രേഷൻ കിട്ടി. ഇനി നമുക്ക് pH കണ്ടുപിടിക്കാം. pH is equal to minus logarithm of H+ ion concentration that is equal to negative logarithm of 10 raised to -12 equal to എത്ര കിട്ടും? 12 ആണ്. അപ്പൊ pH വാല്യൂ നമുക്ക് രണ്ട് വ്യത്യസ്ത രീതികളിൽ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 0.1 മോളാർ അസറ്റിക് ആസിഡ് ഉണ്ട്. 0.1 മോളാർ അസറ്റിക് ആസിഡ് ഉണ്ട്. അതിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ 0.2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. യു ആർ പ്രൊവൈഡഡ് വിത്ത് ആൻ അസറ്റിക് ആസിഡ് ഓഫ് കോൺസെൻട്രേഷൻ 0.1 മോളാർ. അസറ്റിക് ആസിഡിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാം, CH3COOH ആണ്. യു ആർ പ്രൊവൈഡഡ് വിത്ത് ആൻ acid of acetic acid 0.1 molar concentration and its degree of dissociation is 0.2. degree of dissociation എന്ന് പറയുന്ന ആൽഫ എന്ന് പറയുന്ന ടേം കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നതിന്റെ അളവ്. ഇപ്പൊ CH3COH എന്ന് പറയുന്ന ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയായിട്ട് മാറും? CH3 CO മൈനസും H+ഉമായിട്ട് മാറും. പക്ഷേ CH3COH എന്ന് പറയുന്ന ഒരു വീക്ക് ആസിഡ് ആണ്, ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. അത് ഡിസോസിയേറ്റ് ചെയ്യുന്നതിന്റെ അളവ് വളരെ കുറവാണ്. ഒരു 100 മോളിക്യൂൾ വീക്ക് ആയിട്ടുള്ള അസറ്റിക് ആസിഡ് ഉണ്ടെങ്കിൽ അതിൽ 100 എണ്ണം ഡിസോസിയേറ്റ് ചെയ്ത് CH3CO മൈനസും H+ ആകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു 4-5 മോളിക്യൂൾസ് മാത്രമേ CH3CO മൈനസ് H+ഉമായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ ഈ എത്രത്തോളം അസറ്റിക് ആസിഡ് CH3CO മൈനസ് അല്ലെങ്കിൽ അസറ്റേറ്റ് അയോണുകളും H+ അയണുകളുമായി മാറുന്നു എന്നത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് എന്ന് പറയുന്നത് ആൽഫ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, ആൽഫ തന്നിട്ടുണ്ട്. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.1 മോളാർ ആണ്. ആൽഫ എന്ന് പറയുന്നത് എത്രയാണ്? 0.2 ആണ്. ആൽഫയും തന്നിട്ടുണ്ട്, കോൺസെൻട്രേഷനും തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ആദ്യം നമ്മൾ H+ അയണുകളുടെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. H+ അയണുകളുടെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എപ്പോഴും H+ അയണുകളുടെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ C ആൽഫ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കുക. C ഇൻറ്റു കോൺസെൻട്രേഷൻ ഇൻറ്റു ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ് എന്ന് പറയുന്ന H+ അയണുകളുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ 0.1 ആണ് ഇൻറ്റു ആൽഫ എന്ന് പറയുന്നത് എത്രയാണ്? 0.2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.02 എന്ന് കിട്ടും, അല്ലെങ്കിൽ 2 × 10 raised to -2. ഇപ്പൊ H+ അയണുകളുടെ കോൺസെൻട്രേഷൻ കിട്ടി. H+ അയണുകളുടെ കോൺസെൻട്രേഷൻ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? pH കാൽക്കുലേറ്റ് ചെയ്യാം. pH is equal to negative logarithm of 2 × 10 raised to -2 എന്ന് കിട്ടും. ഇത് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ കിട്ടും. പിന്നെ ഒന്നുകിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ബൈ ഹാൻഡ് നിങ്ങൾക്ക് അല്ലാതെ ചെയ്യുകയും ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. നമുക്ക് log -2 × 10 raised to -2 അല്ലേ ചെയ്യേണ്ടത്. pH is equal to negative logarithm of 2 × 10 raised to -2. ഇതെങ്ങനെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് log AB എന്ന് വെച്ചാൽ log A പ്ലസ് log B എന്ന് പറയുന്ന ഫോർമുലയിലാണ് എഴുതാൻ കഴിയുന്നത്. അപ്പൊ log A × B എന്ന് പറയുന്ന ഫോർമുലയിലാണ് ഇത് കിടക്കുന്നത്. അപ്പൊ നെഗറ്റീവ് ഓഫ് log A × log B എന്നല്ലേ. അപ്പൊ നെഗറ്റീവ് ഞാൻ കോമൺ ആയിട്ട് എഴുതി. log A പ്ലസ് log B ഈ ഒരു ഫോർമുലയിലേക്ക് ഇതിനെ മാറ്റി എഴുതാൻ കഴിയും. log A × B എന്ന് പറയുന്നത് log A പ്ലസ് log B ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു
ലോഗ് 2 എന്ന് പറയുന്നത് 0.3010 ആണ്. ലോഗ് 10⁻² എന്ന് പറയുന്നതിനെ ലോഗ് a⁻b എന്ന് പറയുന്ന ഫോർമുല കിടക്കുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു b log a എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ലോഗ് 10⁻² എന്ന് പറയുന്നത് -2 log 10 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 0.3010 മൈനസ് 2 ഇൻറ്റു ലോഗ് 10ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 2 ഇൻറ്റു 1 എന്ന് പറയുന്നത് 2 തന്നെ കിട്ടും. അപ്പോ മൈനസ് ഓഫ് 2ൽ നിന്ന് 0.3010 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 699 കിട്ടും. 699 കിട്ടും. മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.699. ഇങ്ങനെയാണ് നമ്മൾ അവിടെ എന്ത് കണ്ടുപിടിക്കുന്നത്? pH വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പൊ കോൺസെൻട്രേഷനും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ തന്നു കഴിഞ്ഞാൽ കോൺസെൻട്രേഷനും ഡിഗ്രി ഓഫ് ഡിസോസിയേഷനോടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് H+ന്റെ അളവ് കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ കഴിയും? pH കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി വേറൊരു ടൈപ്പ് പ്രോബ്ലം ഉണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 500 ml ഓഫ് 0.1 നോർമൽ NaOH ആൻഡ് 500 ml ഓഫ് 0.3 normal NaOH HCl 0.3 normal HCl are mixed together. What is the pH of resulting solution? (500 ml of 0.1 normal NaOH and 500 ml of 0.3 normal HCl are mixed together. NaOH ഉം HCl ഓടെ മിക്സ് ചെയ്യാണ്. വാട്ട് ഈസ് ദ pH ഓഫ് ദി റിസൾട്ടിംഗ് സൊല്യൂഷൻ? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പുകൾ എഴുതുക. എന്നിങ്ങനെ എഴുതുന്ന വോളിയം ഓഫ് NaOH ഈസ് ഈക്വൽ ടു എത്ര? 500 ml. ഇനി കോൺസെൻട്രേഷൻ നോർമാലിറ്റി ഓഫ് NaOH ഈസ് ഈക്വൽ ടു 0.1 നോർമൽ. ഇത് രണ്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് മില്ലി ഇക്വാലന്റ് ഓഫ് NaOH. എന്താണ് മില്ലി ഇക്വാലന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയത്തിനെ നോർമാലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ആണ് എന്ന് പറയുന്നത് മില്ലി ഇക്വലന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്പർ ഓഫ് മില്ലി ഇക്വലന്റ് ഓഫ് NaOH എന്ന് പറയുന്നത് വോളിയം ഓഫ് NaOH ഇൻറ്റു നോർമാലിറ്റി ഓഫ് NaOH ആയിരിക്കും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 500 ഇൻറ്റു 0.1. ദാറ്റ് ഈക്വൽ ടു എത്ര കിട്ടും ഇവിടെ? 500 ഇൻറ്റു 1 എന്ന് പറയുന്നത് 500 ആണ്. 0.1 എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ആണ്. അപ്പൊ 50 എന്ന് കിട്ടും അല്ലെ? 50 എന്ന് കിട്ടും. അതിന് യൂണിറ്റ് ഒന്നുമില്ല, പ്രത്യേകിച്ച് യൂണിറ്റ് ഒന്നുമില്ല. ഇതേപോലെ നിങ്ങൾ HCl കണ്ടുപിടിക്കണം. HClന്റെ വോളിയം ഓഫ് HCl എന്ന് പറയുന്നത് എത്ര കിട്ടും? 500 ml തന്നിട്ടുണ്ട്. അപ്പോ നോർമാലിറ്റി ഓഫ് HCl എന്ന് പറയുന്നത് എത്രയാണ്? NaCl എന്ന് പറയുന്നത് എത്രയാണ്? 0.3 നോർമൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് മില്ലി ഇക്വലന്റ് ഓഫ് HCl കണ്ടുപിടിച്ചൂടെ? നമ്പർ ഓഫ് മില്ലി ഇക്വലന്റ് ഓഫ് HCl is equal to volume of HCl into normality of HCl. വോളിയം ഓഫ് HCl എന്ന് പറയുന്നത് 500 ആണ്. ഇൻറ്റു നോർമാലിറ്റി ഓഫ് HCl എന്ന് പറയുന്നത് 0.3 ആണ്. അപ്പോൾ എത്ര കിട്ടും ഇവിടെ? 5 into 3 15, 15 2 0. അപ്പോൾ 150 എന്ന് കിട്ടും. 150 എന്ന് കിട്ടും. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇവിടെ NaOH HCl മിക്സ് ചെയ്യാണ്. NaOH HCl മിക്സ് ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെ ഉണ്ടാവും? NaCl ചേർന്ന് NaCl ആവും. H-ഉം OH-ഉം കൂടെ ചേർന്ന് എന്താവും? H2O ആവും. ഓർക്കേണ്ടത്, ഒരു NaOH-ന് റിയാക്ട് ചെയ്യാൻ ഒരു HCl ആണ് വേണ്ടത്. 1 milli equivalent of NaOH requires 1 milli equivalent of HCl അല്ലെ? അപ്പൊ 2 milli equivalent of NaOH requires 2 milli equivalent of HCl ആണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ 50 മില്ലി ഇക്വലന്റ് ഓഫ് NaOH പൂർണ്ണമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര മില്ലി ഇക്വലന്റ് ഓഫ് HCl മതി? 50 മില്ലി ഇക്വലന്റ് ഓഫ് HCl മതി. അപ്പൊ നമുക്ക് എഴുതാം 50 മില്ലി ഇക്വലന്റ് ഓഫ് NaOH requires 50 milli equivalent of HCl for its complete reaction. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ബാക്കി വരുന്നത്? HCl ആയിരിക്കില്ലേ ബാക്കി വരുന്നത്? 150 മില്ലി ഇക്വലന്റ് ഇവിടെ ഉണ്ടല്ലേ? അതിൽ 50 മില്ലി ഇക്വലന്റ് മതി. 50 മില്ലി ഇക്വലന്റ് NaOH ആയിട്ട് റിയാക്ട് ചെയ്യാനെങ്കിൽ ബാക്കി വരുന്ന HClന്റെ അളവ് എത്രയാണ്? 100 മില്ലി ഇക്വലന്റ് ആയിരിക്കില്ലേ? അപ്പൊ നമുക്ക് എഴുതാൻ കഴിയും നമ്പർ ഓഫ് മില്ലി ഇക്വലൻസ് ഓഫ്
HCl left after reaction in the beaker. Left after reaction in the beaker is equal to 150 minus 50, that is equal to 100. 100 milli equal to 100 milli equal to HCl is left after in the reaction mixture. ആ കണ്ടെയ്നറിനകത്ത് 100 മില്ലി ഈക്വലന്റ് HCl ബാക്കി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടെയ്നർ എന്ന് പറയുന്നതിന്റെ സ്വഭാവം എന്ത് സ്വഭാവമാണ്? അസിഡിക് സ്വഭാവമാണ്. ക്ലിയർ ആണ്? ഒരു സൊല്യൂഷൻ, ഏത് സൊല്യൂഷൻ, ഇപ്പൊ റിയാക്ഷൻ കഴിഞ്ഞിട്ട് NaOH ആണ് ബാക്കി വന്നിരുന്നതെങ്കിൽ ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്ത് സൊല്യൂഷൻ ആയിരിക്കും? ബേസിക് സൊല്യൂഷൻ ആയിരിക്കും. റിയാക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു സബ്സ്റ്റൻസ് ബാക്കി അവിടെ ഇല്ല എങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് സൊല്യൂഷൻ വിൽ ബി ന്യൂട്രൽ ഇൻ നേച്ചർ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടത്തെ H+ന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇത്രേ ഉള്ളൂ. നമ്പർ ഓഫ് മില്ലി ഈക്വലൻസ് ലെഫ്റ്റ് ആഫ്റ്റർ ഓഫ് HCl ലെഫ്റ്റ് ആഫ്റ്റർ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ. അപ്പൊ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കണം. ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ, നമ്പർ ഓഫ് മില്ലി ഈക്വലന്റ് ലെഫ്റ്റ് ആഫ്റ്റർ ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ. എത്ര മില്ലി ഈക്വലന്റ് ആണ് ബാക്കി വന്നത്? 100 ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം. നമ്മൾ 500 ml NaOH 500 ml HCl ആണ് മിക്സ് ചെയ്തത്. സോ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 500 + 500 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ 1000 ദാറ്റ് ഈക്വൽ ടു 20 ക്യാൻസൽ ചെയ്യാം, 1/10 ഈക്വൽ ടു 0.1 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ 0.1 ആണ് ഇവിടത്തെ നമ്മുടെ H+ന്റെ കോൺസെൻട്രേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് pH കണ്ടുപിടിക്കാം. pH is equal to negative logarithm of H+ ion concentration equal to negative logarithm of 0.1 equal to എത്ര കിട്ടും? negative logarithm of 0.1 നമുക്ക് 10⁻⁻1 എന്ന് എഴുതാം. that equal to 1 എന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. അതായത് ഈ സൊല്യൂഷന്റെ pH എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഇനി നമുക്കൊരു സൊല്യൂഷന്റെ pH അറിയാമെങ്കിൽ ആ സൊല്യൂഷനിലെ H+ അയണുകളുടെ കോൺസെൻട്രേഷനും കണ്ടുപിടിക്കാൻ കഴിയും. അതെങ്ങനെയാ? ഇപ്പോ ഒരു സൊല്യൂഷന്റെ pH 5.2 എന്ന് പറയുന്നു. ഫോർ എ സൊല്യൂഷൻ the pH is given as 5.2. then what will be the H+ ion concentration of the solution എന്ന് ചോദിക്കുകയാണ്. pH ന്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? നെഗറ്റീവ് ലോഗരിതം ഓഫ് H+ നെയാണ് നമ്മൾ pH എന്ന് പറയുന്നത്. that will be equal to 5.2. അങ്ങനെയാണെങ്കിൽ ഈ നെഗറ്റീവ് സൈൻ നമുക്ക് ഈക്വൽ ടു അപ്പുറത്ത് കൊടുക്കാമല്ലോ. log H+ is equal to negative 5.2. ലോഗ് മാറ്റുമ്പോൾ നമുക്ക് H+ ന്റെ കോൺസെൻട്രേഷൻ അല്ലേ വേണ്ടി. അപ്പൊ ലോഗ് മാറ്റണമെങ്കിൽ നമ്മൾ ഈ ലോഗ് ഇവിടുത്തെ അപ്പുറത്ത് കൊടുക്കണം. അപ്പോൾ H+ അയോൺ വിൽ ബി ഈക്വൽ ടു ആന്റി ലോഗരിതം. ഈ ലോഗരിതം ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവണം? ആന്റി ലോഗരിതം. അപ്പൊ ആന്റി ലോഗരിതം ഓഫ് -5.2 എന്ന് കിട്ടും. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് 6.31 × 10⁻⁻6 എന്ന് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് pH അറിയാമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് എന്തിന്റെ അളവ് കണ്ടുപിടിക്കാനായിട്ട് കഴിയും? H+ അയണുകളുടെ അളവ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് pH ഓഫ് സൊല്യൂഷൻ. ഡിറ്റർമിനേഷൻ ഓഫ് pH ഓഫ് എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷന്റെ pH നമുക്ക് എങ്ങനെ എക്സ്പെരിമെന്റിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ എക്സ്പെരിമെന്റിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പല മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് EMF മെത്തേഡ്. EMF മെത്തേഡ് ഓർ പൊട്ടൻഷ്യോമെട്രിക് മെത്തേഡ്. നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ തരുന്നു. ആ സൊല്യൂഷന്റെ pH, ആ സൊല്യൂഷനിലെ H+ അയണുകളുടെ കോൺസെൻട്രേഷൻ ഒന്നും നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. നിങ്ങളുടെ അടുത്ത് പറയുന്നു ആ സൊല്യൂഷന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറയാണ്? pH കണ്ടുപിടിക്കാൻ പറയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡാണ് EMF മെത്തേഡ് അല്ലെങ്കിൽ പൊട്ടൻഷ്യോമെട്രിക് മെത്തേഡ് എന്ന് പറയും. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്. ആ ഉപകരണം വെച്ചിട്ട് നമ്മൾ ആ സൊല്യൂഷന്റെ അയോണുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമല്ലോ. അപ്പോൾ അവിടെ ഒരു EMF ഉണ്ടാവുന്നുണ്ട്. ആ EMF ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന്റെ വാല്യൂ എത്രയും നമ്മൾ കണ്ടുപിടിക്കും. അതിൽ നിന്ന് നമുക്ക് ആ സൊല്യൂഷന്റെ എന്ത് കണ്ടുപിടിക്കാൻ കഴിയും? pH കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ഇലക്ട്രോഡുകളാണ് ഇവിടെ എടുക്കുന്നത്. 2 ഇലക്ട്രോഡുകൾ. ഒന്ന് നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ എടുക്കും. ഏതിന്റെയാണോ pH കണ്ടുപിടിക്കേണ്ടത് ആ സൊല്യൂഷൻ, അതായത് അനാലിസിസിന് ഉപയോഗിക്കുന്ന സൊല്യൂഷൻ അല്ലെങ്കിൽ അനലൈറ്റ് സൊല്യൂഷൻ എടുക്കും. ഒരു ബീക്കറിൽ നമ്മൾ അനലൈറ്റ് സൊല്യൂഷൻ എടുക്കും. അനലൈറ്റ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? സൊല്യൂഷൻ whose pH is to be determined. Solution which is under our analysis is called analyte solution. അപ്പൊ നമ്മൾ അനലൈറ്റ് സൊല്യൂഷൻ എടുക്കുന്നു. ആ സൊല്യൂഷനകത്ത് ഇഷ്ടം പോലെ ആസിഡ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് വിചാരിക്കുക, അല്ലെങ്കിൽ ബേസ് ആണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. എന്തായാലും അതിൽ H+ അയോണുകളുടെ ഒരു അളവ് കാണും. ആ H+ അയോണുകൾ എന്തായാലും അതിനുള്ളിൽ ഉണ്ടാവും. ഇത് വെച്ചിട്ട് നമ്മൾ ഹൈഡ്രജൻ ഇലക്ട്രോഡ് നിർമ്മിക്കും.
സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് നിർമ്മിക്കും SHE, അല്ലെങ്കിൽ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ നിർമ്മിക്കും NHE. അപ്പോൾ എന്താണ് SHE അതിലേക്ക് NHE എന്ന് പറയുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഇലക്ട്രോഡാണ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു റഫറൻസ് ഇലക്ട്രോഡാണ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മളൊരു കണ്ടെയ്നർ എടുക്കും, അതിനകത്ത് നമ്മുടെ സൊല്യൂഷൻ എടുക്കും, നമുക്ക് ഏതിന്റെ പൊട്ടൻഷ്യൽ ആണോ കണ്ടുപിടിക്കേണ്ടത് അത് സൊല്യൂഷൻ എടുക്കും, അതിലേക്ക് ഒരു പ്ലാറ്റിനം വയർ ഇറക്കിയിടും, പ്ലാറ്റിനം വയറിന്റെ അറ്റത്തായിട്ട് ഒരു പ്ലാറ്റിനത്തിന്റെ തകിട് വയ്ക്കും, പ്ലാറ്റിനം വയറിന്റെ അറ്റത്തായിട്ട് ഒരു പ്ലാറ്റിനത്തിന്റെ തകിട് വയ്ക്കും. ആ പ്ലാറ്റിനത്തിന്റെ തകിടിനെ നമ്മൾ പ്ലാറ്റിനം ബ്ലാക്ക് എന്ന് പറയുന്ന വസ്തു കൊണ്ട് കോട്ട് ചെയ്യും. അപ്പൊ പ്ലാറ്റിനം foil is hanged by the means of a platinum wire. Platinum foil is coated with platinum black. പ്ലാറ്റിനം ബ്ലാക്ക് എന്ന് പറയുന്നത് പ്ലാറ്റിനവും കാർബണോട് ചേർത്ത് പൊടിച്ച മിക്സർ ആണ് എന്ന് പറയുന്നത് പ്ലാറ്റിനം ബ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പൊ പ്ലാറ്റിനം ബ്ലാക്ക് വെച്ച് നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? കോട്ട് ചെയ്യും. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സീരീസ് തന്നെ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ SHE എന്താണെന്നും അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നും അതിന്റെ ഡീറ്റെയിലിംഗ് എന്താണെന്നും ഒക്കെ ഞാൻ ഒരു പ്രത്യേക ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പോയി കാണാം. അപ്പൊ ഒരു കണ്ടെയ്നറിനകത്ത് നമ്മുടെ സൊല്യൂഷൻ, ഏത് സൊല്യൂഷൻ ആണോ pH കണ്ടുപിടിക്കേണ്ടത് ആ സൊല്യൂഷൻ നമ്മൾ എടുക്കും. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്ലാറ്റിനത്തിന്റെ തകിട് വയ്ക്കും. പ്ലാറ്റിനത്തിന്റെ തകിടിൽ ഏത് കോട്ട് ചെയ്തിരിക്കും? പ്ലാറ്റിനം ബ്ലാക്ക് കോട്ട് ചെയ്തിരിക്കും. പ്ലാറ്റിനം ബ്ലാക്ക് എന്ന് പറയുന്ന മിക്സ്ചർ ഓഫ് പ്ലാറ്റിനം ആൻഡ് കാർബൺ. എന്നിട്ട് ഈ വയർ നമ്മൾ വെളിയിലോട്ട് എടുത്ത് വയ്ക്കും. എന്നിട്ട് ഇതിനെ നമ്മൾ ഒരു ഗ്ലാസ് തകിടിന്റെ അകത്ത്, ഗ്ലാസ് കണ്ടെയ്നറിന്റെ അകത്ത് വെച്ചേക്കും. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ എപ്പോഴും ഹൈഡ്രജൻ ഗ്യാസ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. hydrogen gas of 1 atm is pumping continuously to the solution. This arrangement is called SHE. ക്ലിയർ ആണ്? അപ്പോ ഈ ഒരു ഇലക്ട്രോഡ് നമ്മൾ നിർമ്മിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് വേറൊരു ഇലക്ട്രോഡ് എടുക്കും. ദാറ്റ് ഇലക്ട്രോഡ് ഈസ് കാൾഡ് കലോമൽ ഇലക്ട്രോഡ്. ആ ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കലോമൽ ഇലക്ട്രോഡ് എന്ന് പറയും. കലോമൽ ഇലക്ട്രോഡ് എന്ന് പറയും. കലോമൽ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ മെർക്കുറി, പൊട്ടാസ്യം ക്ലോറൈഡും അതേപോലെ തന്നെ മെർക്കുറി ക്ലോറൈഡ് Hg2Cl2 കൂടെ ചേർത്തുണ്ടാക്കുന്ന ഒരു റഫറൻസ് ഇലക്ട്രോഡാണ് എന്തെന്ന് പറയുന്നത്? കലോമൽ ഇലക്ട്രോഡ്. അപ്പോൾ എന്താ റഫറൻസ് ഇലക്ട്രോഡ് എന്ന് വെച്ചാൽ pH വാല്യൂ നോൺ ആയിട്ടുള്ള ഇലക്ട്രോഡുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? റഫറൻസ് ഇലക്ട്രോഡ് എന്ന് വിളിക്കുന്നത്. ഈ രണ്ട് ഇലക്ട്രോഡൂടെ നമ്മൾ കണക്ട് ചെയ്യും. ഈ രണ്ട് ഇലക്ട്രോഡിൽ നിന്ന് ഓരോ വയറുകൾ വീതം എടുക്കും. എന്നിട്ട് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്ന ഉപകരണം ഉണ്ട്. അതിലോട്ട് ഓരോ നോബിലോട്ട്, ഒരെണ്ണം പോസിറ്റീവ് നോബിലോട്ടും അടുത്തത് നെഗറ്റീവ് ടെർമിനലോട്ടും കണക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ സ്വിച്ച് ഓൺ ആക്കും. ഇതിന്റെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇവിടെ റീഡിങ് എഴുതി കാണിക്കും. എന്തിന്റെ റീഡിങ് എഴുതി കാണിക്കും? ഇവിടത്തെ അയോണുകൾ, ഇതൊരു സെല്ലാണ് നമ്മൾ നിർമ്മിച്ചത് അല്ലേ? ഈ സെല്ലില് ഇവിടെ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്, ഇവിടെ ഒരു റിയാക്ഷൻ നടക്കുന്നു. അതിന്റെ രണ്ടിന്റെ റിസൾട്ടന്റ് ആയിട്ട് ഇവിടെ ഒരു EMF ഓഫ് ദി സെൽ എന്ന് പറയുന്ന, നമുക്കറിയാലോ ഗാൽവനിക് സെല്ലൊക്കെ വരുമ്പോൾ ഒരു വോൾട്ടേജ് അവിടെ ഉണ്ടാവുന്നുണ്ട് അല്ലെ? അതുപോലെ അവിടെ ഉണ്ടാകുന്ന ഈ രണ്ട് ഇലക്ട്രോഡുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച സെല്ലിന്റെ വോൾട്ടേജ് ഇവിടെ എഴുതി കാണിക്കും. ആ വോൾട്ടേജ് വെച്ചിട്ട് നമുക്ക് എന്താണ് നമ്മുടെ അൺനോൺ കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഫോർ ദ വളരെ ബ്രീഫായിട്ട്, വളരെ എന്താണ് ഷോർട്ടായിട്ട് ഞാൻ പറയാം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. ഫോർ ദ സൊല്യൂഷൻ എന്താണ് pH ഓഫ് വിച്ച് സൊല്യൂഷൻ ടു ബി ഡിറ്റർമിൻഡ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഏത് സൊല്യൂഷന്റെ ആണ് pH ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ആ സൊല്യൂഷൻ നമ്മൾ ഒരു കണ്ടെയ്നറിനുള്ളിൽ എടുക്കും. പിന്നീട് എന്ത് ചെയ്യുന്നു? ഒരു കലോമൽ ഇലക്ട്രോഡ് എടുക്കും. മെർക്കുറി വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഇലക്ട്രോഡ് ആണ് എന്ന് പറയുന്നത് കലോമൽ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഇലക്ട്രോഡുകളെയും നമ്മൾ എന്ത് ചെയ്യും? ഒരു പൊട്ടൻഷ്യോമീറ്ററുമായിട്ട് കണക്ട് ചെയ്യും. പൊട്ടൻഷ്യോമീറ്ററുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ it will show the EMF value of the cell. Then from the EMF value of the cell we can determine the unknown concentration of the electrolyte solution. ഇനി അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നുള്ളതാണ്. നമുക്ക് ഇതിനെ ആദ്യം ഒന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റിനം വയർ ഉണ്ട് അല്ലെ? ആ പ്ലാറ്റിനം വയറിൽ കൂടി ഏത് പാസ് ചെയ്യാണ്? ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യാണ്. 1 atm ഹൈഡ്രജൻ ഗ്യാസ് ആണ് പാസ് ചെയ്യുന്നത്. സൊല്യൂഷനിൽ H+ അയോണുകളുണ്ട്. അതിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. PT/H2 1 atm എന്താണ് H+ ഓഫ് അൺനോൺ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ സൊല്യൂഷൻ ഹൂസ് കോൺസെൻട്രേഷൻ ഈസ് ടു ബി ഡിറ്റർമിൻഡ്. ഇങ്ങനെ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ദ റെപ്രസെന്റേഷൻ ഓഫ് SHE. Then
അടുത്ത കലോമൽ ഇലക്ട്രോണിന് നമ്മൾ പൊട്ടാസ്യം ക്ലോറൈഡ് സാച്ചുറേറ്റഡ് പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ എടുക്കുന്നു. അതിനെ ഏതിലോട്ട് ഇറക്കി വെക്കും? ഇവിടെ മെർക്കുറി ക്ലോറൈഡ് എന്ന് പറയുന്ന സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന കോമ്പൗണ്ടിലേക്ക് ഇത് ഡിസോൾവ് ചെയ്തില്ല, അത് രണ്ടുകൂടെ മിക്സ് ചെയ്യും. അത് മാത്രമല്ല അതിന്റെ കൂടെ ഏതൂടെ മിക്സ് ചെയ്തിട്ടേക്കും? മെർക്കുറി ക്ലോറൈഡിന്റെ കൂടെ ഏതൂടെ കാണുന്നുണ്ട്? മെർക്കുറിയുടെ കുറച്ച് ഡ്രോപ്സ് കൂടെ കാണും. ഇങ്ങനെയാണ് നമ്മൾ സൊല്യൂഷന്റെ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. ഏത് കലോമൽ ഇലക്ട്രോഡ് നിർമ്മിക്കുക. കലോമൽ ഇലക്ട്രോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: പൊട്ടാസ്യം ക്ലോറൈഡ് സാച്ചുറേറ്റഡ് /Hg2Cl2 സോളിഡ് മെർക്കുറി. അപ്പൊ ഇത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്തല്ലേ നമ്മൾ സെല്ല് നിർമ്മിക്കുന്നത്. അപ്പൊ ആ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണിക്കും, ഇത് നമ്മൾ റൈറ്റ് സൈഡിൽ കാണിക്കും. ദിസ് വിൽ ബി റെപ്രസെന്റിങ് ദ കലോമൽ ഇലക്ട്രോഡ്. Then ഇതിന്റെ ഇടയ്ക്ക് ഒരു ഡബിൾ ഹെഡഡ് ആരോ കൊടുക്കും. ദാറ്റ് വിൽ ബി റെപ്രസെന്റിങ് ദ സാൾട്ട് ബ്രിഡ്ജ് ഓർ ഇറ്റ് കണക്ട് ദ ബോത്ത് ആനോഡ് ആൻഡ് കാഥോഡ് ഓഫ് ദി റിയാക്ഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, പ്ലസ് ടുവിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഇ സെൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്. ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് എന്ന് പറയുന്നത് ഇവിടെ കലോമലാണ്. സോ ഈ കലോമൽ മൈനസ് ഈ ആനോഡ് എന്ന് പറയുന്നത് ഈ ഹൈഡ്രജൻ അല്ലെങ്കിൽ SH എന്ന് പറയും. ഇനി നമുക്കറിയാവുന്ന വേറൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? നേൺസ്റ്റ് ഇക്വേഷൻ. ഹൈഡ്രജൻ ഇലക്ട്രോണിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ നമുക്ക് എഴുതാൻ കഴിയും. നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയും പറ്റിയ ഒരു പ്ലേലിസ്റ്റിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നേൺസ്റ്റ് ഇക്വേഷൻ എന്താണെന്നും അതെങ്ങനെയാണ് എഴുതുന്നതൊക്കെ ഉള്ളത് എഴുതി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ നോക്കുക. എന്താണ് നേൺസ്റ്റ് ഇക്വേഷൻ? സിമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോഡിനെ അതിന്റെ തന്നെ സൊല്യൂഷനിൽ ഇറക്കി വയ്ക്കുന്ന സമയത്ത് സൊല്യൂഷന്റെ കോൺസെൻട്രേഷനും മെറ്റൽ ഡിപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് എന്ന് പറയുന്നത്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തമ്മിലുള്ള റിലേഷൻ ആണ് എന്ന് പറയുന്നത് നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നേൺസ്റ്റ് ഇക്വേഷൻ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഇലക്ട്രോഡ് ഫോർ ആൻ ഇലക്ട്രോഡ് ഈ ഇലക്ട്രോഡ് ഇസ് ഈക്വൽ ടു E0 ഇലക്ട്രോഡ് മൈനസ് 2.303 RT by NF into log 1 by concentration of electrode നമുക്ക് പറയാൻ കഴിയും. അപ്പോ ഇവിടെ നമ്മൾ ഇലക്ട്രോഡിലെ അയോൺസ് ആണ് കേട്ടോ, ഇലക്ട്രോഡ് അയോൺസ്. അപ്പൊ ഈ ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഹൈഡ്രജൻ എന്ന് പറയാം. ഹൈഡ്രജൻ ഗ്യാസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഹൈഡ്രജൻ ഇസ് ഈക്വൽ ടു E0 ഹൈഡ്രജൻ മൈനസ് 2.303 RT by NF into log 1 by ഹൈഡ്രജനിലെ അയോണുകൾ ഏതൊക്കെയാണ്? H+ അയോണുകൾ അല്ലെ, 1 by H+ അയോൺസ്. ഇതിനെ വേണമെങ്കിൽ മാറ്റി എഴുതാം. ഈ ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു ഹൈഡ്രജൻ ഇലക്ട്രോഡുമായി ബന്ധപ്പെട്ട് നേൺസ്റ്റ് ഇക്വേഷൻ എഴുതി വരുവാണ്. ഈ ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു E0 ഹൈഡ്രജൻ മൈനസ് ഈ 2.303 ആറും 2.303 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. ആർ എന്ന് പറയുന്ന യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. 8.314 എന്നാണ് അതിന്റെ വാല്യൂ. സാധാരണ നമ്മൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആയിട്ട് എടുക്കുന്നത് 298 കെൽവിൻ ആണ്. അപ്പൊ ടെമ്പറേച്ചർ ഒരു കോൺസ്റ്റന്റ് ആണ്. എഫ് എന്ന് പറയുന്നത് ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്. ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ് ആണ് ഫാരഡേസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ഫാരഡേ എന്ന് പറയുന്നത് 1 മോൾ ഇലക്ട്രോണിന്റെ ചാർജ് ആയിട്ടുള്ള 96,500 കൂളോംബ് ആണ്. 1 ഫാരഡേ ഈസ് ഈക്വൽ ടു 96,500 കൂളോംബ് ആണ്. അപ്പോ ആറിന്റെ വാല്യൂ അറിയാം 8.314 ആണ്. ടിയുടെ വാല്യൂ അറിയാൻ 298 കെൽവിൻ ആണ്. അങ്ങനെയാണെങ്കിൽ 2.303 RT/F എന്നുള്ളത് നമുക്ക് മാറ്റി എഴുതാൻ കഴിയും. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് 0.0591 എന്ന് കിട്ടും. അപ്പൊ ഇത്രയും ടേമിന് പകരം 2.303 RT/F പകരം നമുക്ക് 0.0591 എന്ന് കൊടുക്കാം. അപ്പൊ 0.0591/n മാത്രം ബാക്കിയുണ്ട്. n മീൻസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് ഇൻ ദ ഇലക്ട്രോഡ് പ്രോസസ് ഇൻറ്റു ലോഗ് 1/H+ എന്ന് എഴുതാം. ക്ലിയർ ആണ്. പക്ഷെ നമുക്കറിയാം ഹൈഡ്രജൻ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ കളഞ്ഞാണ് എന്തായി മാറുന്നത്? H+ ആയി മാറുന്നത്. സോ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ E is equal to ഈ ഹൈഡ്രജൻ is equal to E0 ഹൈഡ്രജൻ മൈനസ് 0.0591/1 ഇൻറ്റു ലോഗ് 1/H+ എന്ന് എഴുതാം. ഈ ഡിനോമിനേറ്റർ കിടക്കുന്ന H+ ന്യൂമറേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ മൈനസ് എന്നതിന് പകരം നിങ്ങൾ എന്ത് കൊടുക്കണം? പ്ലസ് കൊടുക്കണം. മൈനസ് എന്നതിന് പകരം എന്ത് കൊടുക്കുക? പ്ലസ് കൊടുക്കുക. വേറെ കാര്യമൊന്നുമില്ല. ഡിനോമിനേറ്ററിൽ ലോഗ് കഴിഞ്ഞിട്ടുള്ള ഡിനോമിനേറ്റർ കിടക്കുന്ന ടേം മുകളിൽ ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ മൈനസിന് പകരം എന്ത് കൊടുക്കണം? പ്ലസ് കൊടുക്കണം. അപ്പോൾ ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാം. ഈ ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു E0 ഹൈഡ്രജൻ മൈനസ് 0.0591 ഇൻറ്റു ലോഗ് മൈനസ് എന്നുള്ളത് എന്തായി? പ്ലസ് ആയി. ലോഗ് H+ ആയി.
ഇനി പക്ഷെ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ എപ്പോഴും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദാറ്റ് ഈസ് E0 ഹൈഡ്രജൻ വിൽ ബി ആൾവേസ് ഈക്വൽ ടു 0. E0 ഹൈഡ്രജന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 0 വോൾട്ട് ആയിട്ടാണ് നമ്മൾ റെഫറൻസ് വാല്യൂ ആയിട്ടാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് E ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു 0.0591 log of H plus എന്ന് എഴുതാം. ഇത്രയും ക്ലിയർ ആണ്. log of H plus എന്ന് എഴുതാം. പക്ഷെ നമുക്കറിയാം എന്താണ് pH is equal to negative logarithm of H plus ion concentration ആണ്. pH is equal to negative logarithm of H plus ion concentration ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈഡ്രജൻ is equal to 0.0591 into ഞാൻ ഇതിനെ ഒരു log H പ്ലസിന് പകരം ഞാൻ -1 into -log H plus എന്ന് എഴുതാം. റീഅറേഞ്ച് ചെയ്ത് എഴുതി ഒന്നുമില്ല. log H plus -1 into -1 എന്ന് പറയുന്നത് 1 log H plus. ഓക്കെ, അപ്പോ ഈ ഹൈഡ്രജൻ ഈക്വൽ ടു ഈ -1 ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -0.0591 into -log H plus വരെ എന്ത് കൊടുക്കാം നമുക്ക് pH എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഹൈഡ്രജൻ ഈക്വൽ ടു -0.0591 into pH എന്ന് കിട്ടി. ഇനി നമുക്ക് അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് ഈ സെല്ലിന്റെ വാല്യൂ നമ്മൾ ആദ്യം എഴുതി വെച്ചായിരുന്നു അല്ലെ, ഈ കാലോമൽ മൈനസ് ഈ ഹൈഡ്രജൻ എന്നാണ്. ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ. ഈ ഇക്വേഷനിലോട്ട് ഈ ഹൈഡ്രജന്റെ സ്ഥാനത്തേക്ക് ഈ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താവും? ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ കാലോമൽ മൈനസ് ഈ ഹൈഡ്രജൻ എന്നാണ്. ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ കാലോമൽ മൈനസ് ഈ ഹൈഡ്രജന്റെ വാല്യൂ എന്താണ്? -0.0591 into pH അല്ലെ. മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് ആവും. അപ്പൊ ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ കലോമൽ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് +0.0591 pH എന്നാവും. ഇതിൽ നിന്ന് നമുക്ക് ഈ കലോമൽ ഇവിടെ ആഡ് ചെയ്തേക്കാണ്. ഇക്വേഷൻ ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം അല്ലെ. അപ്പൊ ഈ സെൽ മൈനസ് ഈ കലോമൽ ഈക്വൽ ടു 0.0591 pH എന്ന് കിട്ടും. അതിൽ നിന്ന് pH കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ 0.0591 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയല്ലേ ഇക്വേഷൻ, അപ്പുറത്ത് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. pH is equal to ഈ സെൽ മൈനസ് ഈ കലോമൽ ഡിവൈഡഡ് ബൈ 0.0591. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഏതൊരു സൊല്യൂഷന്റെയും pH കണ്ടുപിടിക്കുന്നത്. ഈ മെത്തേഡിന് നമ്മൾ EMF മെത്തേഡ് എന്ന് പറയും. ഈ സെൽ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം സെല്ല് നിർമ്മിക്കത്തില്ലേ, നമ്മളൊരു സൊല്യൂഷൻ എടുത്തിട്ട് അതിൽ നമ്മുടെ സൊല്യൂഷൻ എടുക്കുന്നു, നമുക്ക് ഏതിന്റെ pH ആണ് കണ്ടുപിടിക്കേണ്ടത്, ആ സൊല്യൂഷൻ എടുക്കുന്നു, അത് വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കുന്നു? എന്ത് ഇലക്ട്രോഡ് ഉണ്ടാക്കുന്നു? ഞാൻ പറഞ്ഞു SH ഉണ്ടാക്കുന്നു പറഞ്ഞു അല്ലേ. ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. SH എന്ന് പറയാൻ പറ്റില്ല, ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ കലോമൽ ഇലക്ട്രോഡ് ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും? കണക്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇവിടെ ഒരു പൊട്ടൻഷ്യോമീറ്റർ വഴി കണക്ട് ചെയ്യുന്നത്. ഈ പൊട്ടൻഷ്യോമീറ്ററിൽ കാണിക്കുന്ന റീഡിംഗ് ആണ് ഈ സെൽ വാല്യൂ. ഈ കലോമൽ വാല്യൂ ഫിക്സഡ് ആണ്, അതിന്റെ വാല്യൂ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 0.0591 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്ന സൊല്യൂഷന്റെ pH കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ദിസ് മെത്തേഡ് ഇസ് കാൾഡ് പൊട്ടൻഷ്യോമെട്രിക് മെത്തേഡ്, അല്ലെങ്കിൽ EMF കണ്ടുപിടിച്ച് pH കണ്ടുപിടിക്കുന്നതുകൊണ്ട് ദിസ് മെത്തേഡ് ഇസ് ആൾസോ കാൾഡ് EMF മെത്തേഡ്. അപ്പൊ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത് pH ഓഫ് സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്കും ഒക്കെയാണ്. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അത് ടൈപ്പ് ചെയ്തിടാം. ഓക്കെ, ബാക്കി വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത സെഷനായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ.